ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി എല്ലാരും ഉണ്ടല്ലോ. ചേച്ചി എന്താ ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ? പാറു ഇപ്പൊ വലിയ ഡോക്ടറല്ലേ, നേരിട്ട് കണ്ടൊന്ന് കൺസൾട്ട് ചെയ്യാന്ന് എഴുതി വന്നതാ അല്ലേ റാണി? അതെ അതെ. ആഹാ, ഞാനേ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റാ. കുഞ്ഞിക്കാണോ അസുഖം? ഒന്നുമില്ല എന്റെ പൊന്നു, ഞങ്ങളൊരു തമാശ പറഞ്ഞപ്പോ അതങ്ങ് സീരിയസ് ആക്കി എടുത്തോ. ഈ പാറു ചേച്ചി ശ്രദ്ധിച്ചോ, എന്തൊരു ഗൗരവമോ ഇത്. ഡോക്ടറൊക്കെ അയക്കോ, പക്ഷേ ഞങ്ങൾക്ക് ആ പഴയ ചുറുചുറുക്കുള്ള പാറു ചേച്ചിയെ മതിട്ടോ. നിങ്ങൾ എല്ലാവരെയും കണ്ട സന്തോഷമുണ്ടെങ്കിലും എന്റെ മനസ്സ് ഇവിടെ ഒന്നുമല്ല. ഞാൻ പറയട്ടെ പാർച്ചേച്ചി എന്താ ആലോചിക്കുന്നേന്ന്? കല്യാണം, അതിനെ കുറിച്ചല്ലേ പാർച്ചേച്ചി ചിന്തിക്കുന്നേ? സത്യ, കുഞ്ഞി പറഞ്ഞത് സത്യ. ആ അതിനിത്ര സീരിയസ് ആവാൻ എന്തിരിക്കുന്നു? ഒരു നല്ല കാര്യമല്ലേ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാരും അതിന്റെ ത്രില്ലില്ല. അതെ. അമ്മാവൻ എന്തായാലും ചേച്ചിയുടെ കല്യാണം കെങ്കേമമായി നടത്തും. ഗ്രാൻഡ് ആയിരിക്കും കല്യാണം. ഓ, അതൊന്ന് കാണാൻ കാത്തിരിക്കുക ഞങ്ങള്. ഞങ്ങളെക്കാൾ കാത്തിരിക്കുന്ന വേറൊരാള് കൂടിയുണ്ട്. ഗിരിയേട്ടൻ. കല്യാണത്തിന്റെ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം ഗിരിയേട്ടൻ നോക്കിക്കോളും. പാറു ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഗിരിയേട്ടനെ വിളിച്ച് എന്ത് വിഷമമുണ്ടെങ്കിലും തുറന്നു പറഞ്ഞാൽ മതി. ദേ, നിങ്ങൾ രണ്ടാളും മനസ്സ് തുറന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിയാ, പാറുവിനും ഗിരിയേട്ടനെ അറിയാം. ഗിരിയേട്ടനും പാറുവും ചെറുപ്പം തൊട്ട് ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. നിങ്ങൾക്ക് എന്തും തുറന്ന് സംസാരിക്കാലോ. എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അതെല്ലാം ഉറപ്പായിട്ടും കൂളാക്കും ഗിരിയേട്ടൻ. അപ്പോ കല്യാണത്തിന് മുമ്പ് ഗിരിയേട്ടനെ കണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സംസാരിക്കല്ലേ? പിന്നല്ലാതെ. ആ പിന്നെ ഗിരിയേട്ടനോട് പ്രത്യേകം പറയണം, എന്റെ കല്യാണം നീട്ടിവെച്ചാലും കുഴപ്പമൊന്നുമില്ല. ജോത്സ്യം വീട്ടിൽ വന്ന് പറഞ്ഞ പോലെ ഗിരിയേട്ടന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. അമ്മാവൻ എന്തായാലും കല്യാണത്തിന്റെ ഡേറ്റ് ഉടനെ തീരുമാനിക്കും, അത് ഉറപ്പല്ലേ? അതെ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. അപ്പോ അപ്പൊ കാര്യം ഫിക്സ് ചെയ്തു. ഗിരി വെഡിങ് പാർവതി. അങ്ങനെയല്ല, ഗിരി വെഡ്സ് പാർവതി.